സർക്കാരിന് തിരിച്ചടി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് അതിന് അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ കോടതിയുടെ നടപടി. വിനീത വിവരങ്ങളുമായുണ്ട്. വിനീത, എന്താണ് കോടതി ഇത് റദ്ദാക്കിക്കൊണ്ട് നടത്തിയ നിരീക്ഷണം? അനുജ, ഈ കേസിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് അത് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പരിപാടി ബാധിക്കില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കോടതി ഉത്തരവിട്ടാൽ ക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കാമെന്നും സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടെ ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ആരാധന നടക്കുന്ന ഇടത്തല്ല നവകേരള സദസ്സ് പരിപാടി നടക്കുന്നതെന്നായിരുന്നു സർക്കാർ കോടതി അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ പടനിലം ഉൾപ്പെടുന്ന പ്രത്യേക ഭാഗത്താണ് ആരാധന നടക്കുന്നതെന്നും പരിപാടി ആരാധനയെ ബാധിക്കില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പരിപാടി ബാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഈ ദേവസ്വം അനുമതി നൽകിക്കൊണ്ടുള്ള ദേവസ്വത്തിന്റെ ഉത്തരവ് അതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ ആരാധനയെ ബാധിക്കുമെന്നൊരു കാര്യം അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനീത. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറംപോക്ക് ഭൂമിയാണെന്ന് സർക്കാർ നേരത്തെ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ ഈ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ ക്ഷേത്ര മൈതാനം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണെന്നാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചൊരു വാദം. ഈ ദേവസ്വം വസ്തുവകകൾ അത് ദേവന്റേതാണ്. സ്കൂളിൽ പ്രവർത്തനാനുമതി മാത്രമേ ഉള്ളൂ. ക്ഷേത്ര പരിസരം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ദേവസ്വം ബോർഡിന് അനുമതി നൽകാനാകില്ലെന്നും ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണ്? അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയോടെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറംപോക്ക് ഭൂമി എന്നായിരുന്നു സർക്കാർ പറഞ്ഞിട്ടുണ്ടായത്. ഇത് മറുപടി സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യം കോടതി അറിയിച്ചിരുന്നത്. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നവകേരള സദസ്സിന്റെ പരിപാടി മുഴുവനും നടക്കുന്നത് ഈ ക്ഷേത്ര പരിസരത്തായിരുന്നു എന്നാണ് ഹർജിക്കാർ ഇതിന് മറുവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടി നടക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ പടനിലമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ പരിപാടി നടക്കുന്ന ഇടം പുറംപോക്ക് ഭൂമിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ നിലവിൽ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കോടതി ഇങ്ങനെ ഒരു ഉത്തരവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സിൽ അനുമതി നൽകിയ ദേവസ്വത്തിന്റെ ഉത്തരവ് അത് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഉത്തരവ് നൽകാനുള്ള അധികാരമില്ല എന്നതാണോ കോടതി പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു ഉത്തരവ് നൽകാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ തുടക്കം മുതൽ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന തരത്തിൽ തന്നെയാണ് കോടതി അത് വേണ്ടവിധം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതാണ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അനുമതി നൽകിയ ദേവസ്വം ഉത്തരവാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അരുൺ രാജിലേക്ക് കൂടി ഇതിന്റെ വിശദാംശങ്ങൾക്കായി പോവുകയാണ്. അരുൺ രാജ്, ഇത് സർക്കാർ ഉന്നയിക്കുന്ന വാദം പുറംപോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത് ക്ഷേത്രത്തിന്റെ പടനിലമാണ് എന്നുള്ളത് ഹർജിക്കാർ ഉന്നയിക്കുമ്പോൾ ദേവസ്വത്തിന് എന്തുകൊണ്ടാണ് ഇതിന് അധികാരമില്ല ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ, അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്തുകൊണ്ട് ദേവസ്വത്തിന് അധികാരമില്ല എന്ന് കോടതി പറയുന്നു? അനുജ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയിലെ രണ്ടാം ദിവസത്തെ ആദ്യ പരിപാടിയാണ് ഈ ചക്കുവള്ളിയിൽ ക്രമീകരിച്ചത്. ഈ പരിപാടിയുമായി അനുബന്ധിച്ച് ഈ പന്തലടക്കം ഈ ചക്കുവള്ളിയിൽ തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തുകയും ഈ സ്ഥലത്ത് ഈ ഭക്തജന കൂട്ടായ്മയടക്കം ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഫലം കാണാതെയാണ് അവർ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയത്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, ഇത് ക്ഷേത്ര പ്രവർത്തനത്തെ ബാധിക്കുന്നു. ദീപാരാധന സമയത്താണ് ഈ പരിപാടി നിലവിൽ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്ഷേത്ര
ക്ഷേത്രങ്ങളുടെ ആചാര ലംഘനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഹൈക്കോടതി മുമ്പിലേക്ക് ഉള്ളതാണ്. ഈ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ സ്ഥലം പിടിച്ചെടുക്കുകയും പിന്നീട് മതിൽ കെട്ടുകയും അടക്കം ചെയ്തത്. ഈ സ്ഥലത്താണ് പിന്നീട് നവകേരള സദസ്സിനായി സർക്കാർ സ്ഥലം കണ്ടെത്തുകയും അവിടെ പന്തലടക്കം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ക്ഷേത്ര പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിക്കുമെന്നും ഇത് ദീപാരാധന സമയമാണ്, വൃശ്ചിക മാസമാണ്, സ്വാഭാവികമായും ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര ഭാരവാഹികളും ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ വാദങ്ങൾക്കാണ് ഇപ്പോൾ കോടതി നിലവിൽ ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ഇത് അരുൺ, ഒരു കാര്യം കൂടി, ഇതിൽ എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ഇങ്ങനെ ഒരു അനുമതി നൽകിയത്? ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആരാധനയെ ഇത് ബാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം ഇതിന് അനുമതി നൽകിയത്? ആ ഉത്തരവാണല്ലോ ഇപ്പോൾ കോടതി റദ്ദാക്കിയത്. തീർച്ചയായും ഇത് തന്നെയാണ് കോടതിക്ക് മുമ്പാകെ എത്തിയ രണ്ട് തരത്തിലുള്ള ഉത്തരവാണ്. ഒന്ന്, ദേവസ്വം വകുപ്പ് തന്നെ നേരത്തെ ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ദേവസ്വം വസ്തുവിൽ മറ്റ് പരിപാടികൾ നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഭക്തജന സമിതിയും അതുപോലെ തന്നെ ഈ ഭക്തരും ഈ കോടതിക്ക് മുമ്പാകെ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നവകേരള സദസ്സ് ക്ഷേത്ര പ്രവർത്തനത്തെ ബാധിക്കും, അത് കൃത്യമായി തന്നെ പറഞ്ഞത്. ഇത് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത് കേവലം രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് ദേവസ്വം ബോർഡ് കണക്കിലെടുത്തില്ല എന്നുള്ളതായിരുന്നു ഭക്തരുടെ വാദം. അതുകൂടി കണക്കിലെടുത്താണ് കോടതിയുടെ ഇപ്പോഴത്തെ വിധി വന്നിരിക്കുന്നത്. ശരി, കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അനുമതി നൽകിയ ദേവസ്വം ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും, ആരാധനയെ തടസ്സപ്പെടുത്തുമെന്നുള്ള ഹർജിക്കാരുടെ വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു.